ഇന്ന് മോൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോവാ സ്കൂളിൽ. അവന് കിട്ടിയ ടോപ്പിക്ക് ആൽഫബറ്റ് സ്പിന്നറാണ്. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി, എങ്ങനെയാണോന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേയാണ്, ഇന്ന് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. സാറ്റർഡേ ആണ് പ്രൊജക്റ്റ് ഡേ. നോർമലി സാറ്റർഡേ ലീവാണ്, ബട്ട് പ്രൊജക്റ്റ് ആയതുകൊണ്ട് 9 to 12 ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ 9 മണിക്ക് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാരൻസ് ഒരു 10 o'clock ശേഷം അങ്ങനെ എത്തിയിട്ട് പ്രൊജക്റ്റൊക്കെ കണ്ട് കുട്ടികളെ വിളിച്ചിട്ട് തിരിച്ചു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ്. ഇത് സ്കൂളിൻ്റെ എൻട്രൻസാണ്. ഇത് മോൻ്റെ സ്കൂൾ ഗ്രൗണ്ടാണ്. ഇതാണ് സ്കൂളിൻ്റെ മെയിൻ ബ്ലോക്ക് കേട്ടോ. ഇവിടെ ആ യെല്ലോ കളർ ബിൽഡിങ്, അവിടെ 1 to 10 വരെ ഉള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെയാണ്. പ്രീ KG, LKG, UKG ഒക്കെ വേറൊരു ബ്ലോക്കിലായിട്ട് അവിടെ മോൻ പഠിക്കുന്നത്. ഈ സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. മോർണിംഗ് പാരൻസിന് സ്കൂളിലേക്ക് അലൗഡ് അല്ല, നമ്മൾ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്ത് പോകണം. സാറ്റർഡേ സ്കൂളിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. ഫസ്റ്റ് പോയതും LKG, UKG കുട്ടികളുടെ എല്ലാം കണ്ണുകൾ ഇങ്ങനെ ബലൂണിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മക്കളെ ഫൈൻഡ് ചെയ്യണം. അവസാനം കുറേ പാടുപെട്ടിട്ടത് ഫൈൻഡ് ചെയ്ത്, കുറേ കണ്ണുകൾ കാണുമ്പോൾ കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പം നെയിം ആൻഡ് ക്ലാസ് എഴുതാം. അത് ടീച്ചർ വെരിഫൈ ചെയ്യും കേട്ടോ, നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റാണോയെന്ന്. ടീച്ചർ ഓക്കെ ഇത് കറക്റ്റാണെന്ന് പറഞ്ഞു. ഇത് മോൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഓരോ മന്തിൽ ആരുടെയൊക്കെ ബർത്ത്ഡേ എന്നിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന്. പിന്നെ എല്ലാ കുട്ടികളും അവരവരുടെ പ്രൊജക്റ്റായിട്ട് ഇങ്ങനെ ഓരോ പ്ലേസിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫുൾ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. ചില കുട്ടികളൊക്കെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ടോപ്പിക്ക് എന്താണോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ചെറിയ മക്കളല്ലേ, അപ്പോൾ അവരിങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. LKG, UKG കുട്ടികളൊക്കെ അവരുടെ പ്രൊജക്ട്സൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ചില കുട്ടികൾക്കൊക്കെ പാരൻസ് ഇങ്ങനെ വന്ന് അവരെ കാണുമ്പോൾ കരച്ചിലും ഇപ്പം കൊണ്ടുപോകുമോ അങ്ങനെ ഒരു കരച്ചിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് ഓരോ സീസൺസ് അത് നന്നായി ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്ത് ആ കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്തിരുത്തിയിരിക്കുന്നത്. ഇത് മോണ്ട് 1 PM മോൻ്റെ ക്ലാസ്. ഇത് അവൻ്റെ ക്ലാസ്സുകാർ ചെയ്തതാണ്, ടീം ചെയ്തതാണ് തോന്നുന്നു. പിന്നെ ടീച്ചർ 2 ദിവസം മുമ്പ് എഗ്ഗിൻ്റെ ഷെൽസൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് എഗ്ഗിൻ്റെ ഷെല്ല് കളർ ചെയ്ത് അവർ ചെയ്തതാണ് കേട്ടോ. അവരുടെ മോൻ്റെ ക്ലാസ്സുകാർ ചെയ്തതാണ്. പിന്നെ മോൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ കടലപ്പരിപ്പിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവനും ഫ്രണ്ടും കൂടെ സംസാരിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ അത് അവൻ്റെ ക്ലാസ്സിൽ വേറെ കുട്ടികളാണ് തോന്നുന്നു. അവൻ ബർത്ത്ഡേ ആർക്കാ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അവൻ എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മതി, വേറെ പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കുകയും കൂടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോഴവൻ്റെ ഞങ്ങൾ ഐ കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞു. പിന്നെ അവനതൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ 2 കണ്ണും സെയിം ആണോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുക. കറക്റ്റ് തന്നെയല്ലേ ഇതിൻ്റെ കണ്ണെന്നൊക്കെ. ഒരു സ്മൈലി ഐസ് പോലെ എനിക്ക് അതിൽ തോന്നുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഫീഡ്ബാക്ക് എഴുതാനൊരു ബോർഡുണ്ടായിരുന്നു, ടീച്ചേഴ്സിൻ്റെ എഫേർട്സ് അപ്രിസിയേഷൻ ബോർഡ് പോലെ. പിന്നെ എല്ലാവരുടെയും ഇങ്ങനെ ഫോട്ടോ സ്കൂളുകാർ എടുക്കുന്നുണ്ടായിരുന്നു.
അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി നിന്നു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഫുൾ അവൻ അവിടെ കളിയായിരുന്നു. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലേ ഏരിയ ആണിത്. ആ ഫുൾ കളിയായിരുന്നു. അതിൽ എക്സ്പേർട്ടായിട്ടുണ്ട്. സ്ലൈഡിലൊക്കെ തൂങ്ങിയിട്ടും മങ്കീസ് ചാടുന്ന പോലെ ചാടുന്ന ഒന്നിന്ന് അതിലേക്ക്. അത്ര എക്സ്പേർട്ടായിട്ടുണ്ട് കളിച്ചിട്ട്. ഇവിടുത്തെ CBSE സ്കൂളൊക്കെ കുറച്ച് നല്ല എക്സ്പെൻസീവ് ആട്ടോ. നമ്മുടെ കേരളത്തിനെ പോലെയല്ല. ഇവിടെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന CBSE ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീസ് ഒരു 75,000 എബോ അങ്ങനെയാണ്. ഇവിടെ തന്നെ നല്ല ഫീസൊക്കെ ഉണ്ട്. മാർച്ച് 18 ആകുമ്പോഴും മൗണ്ട് സ്കൂൾ അടയ്ക്കും. പിന്നെ ഒരു മാർച്ച് 31 വരെ ലീവാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ 1 തൊട്ട് പിന്നെ ഏപ്രിൽ 17 വരെ UKGയുടെ ക്ലാസ് തുടങ്ങും. ഒരു സ്റ്റാർട്ടിങ് അങ്ങനെ ഒരു 10-17 ദിവസം അങ്ങനെ ക്ലാസ് വെച്ചിട്ട് പിന്നെ ക്ലോസ് ചെയ്ത് പിന്നെ ജൂണിൽ തുറക്കും. അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട് CBSE സ്കൂൾസൊക്കെ. ഞാനിത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ, ഏപ്രിലൊക്കെ ഇവിടെ ക്ലാസ് വയ്ക്കുന്നു എന്നുള്ളത്. സാധാരണ നമ്മുടെ അവിടെ ഇപ്പോൾ +2 അല്ലെങ്കിൽ SSLC കുട്ടികൾക്കാണല്ലോ അങ്ങനെയൊക്കെ ഉള്ളത്. മോൻ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഫുൾ ചാട്ടവും കളിയൊക്കെ തന്നെ ആയിരുന്നു. ഇതാണ് കേട്ടോ സ്കൂള്. ഇവിടെ PKG, LKG, UKG സെക്ഷൻ എല്ലാം ഈ ബിൽഡിങ്ങിലാണ്. അവസാനം എങ്ങനെയോ വിളിച്ചിട്ട് വന്നു. ഞങ്ങൾ പോകാൻ നല്ല വെയിലുള്ള സമയമാണ്. കളിച്ച് അവന് പെട്ടെന്ന് ഈ ജലദോഷമോ പനിയൊക്കെ വരും. അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പോയി. പിന്നെ ഇതാണ് കേട്ടോ സ്കൂള്. സ്കൂളിൻ്റെ പേര് തമീര, അതായത് ഈ ബ്ലോക്കിൻ്റെ പേര്. ഉച്ച സമയം 1 മണിയൊക്കെ ആവാനായി. അതുകൊണ്ട് പോയി അവൻ ചാടി നല്ല വേർത്ത് കുളിച്ച് നിൽക്കുക. പിന്നെ വീടെത്തി കഴിച്ചൊക്കെ കഴിഞ്ഞ് മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആര്യയുടെ. അപ്പം അവന് ഒരു കാർഡ് ഉണ്ടാക്കണം, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കാർഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു പേപ്പറൊക്കെ എടുത്ത് അതിൽ എഴുതി വരച്ച് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചേർന്നു. ഞാനും ചുമ്മാ ഒരു പേപ്പറിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കാർഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈവനിങ് അവിടെ പോയിട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇതാണ് അവനുണ്ടാക്കിയ കാർഡ്. പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ കുറച്ച് കളിച്ച് നൈറ്റ് എത്തി. ഇതാണ് ആര്യ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു.